ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി എല്ലാ മാസവും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സാധാരണ നിലയിൽ മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചകളിലാണ് ഈ ശുശ്രൂഷ നടന്നു വരുന്നത്. എന്നാൽ നമുക്കറിയുന്നത് പോലെ ഈ മാസത്തിന്റെ അവസാനവും അടുത്ത മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെയും നിരവധിയായിരിക്കുന്ന കൺവെൻഷനുകൾ നടക്കുന്നതുകൊണ്ട് അതിനു മുൻപായി ഈ ശുശ്രൂഷ നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആ നിലയിൽ ക്രമീകരണം ചെയ്യുവാനും ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ദൈവവചന സന്ദേശമാണ് കൂടുതലായിട്ട് ഉള്ളത്. കർത്താവിന്റെ ദാസൻ ജോൺ പി തോമസ് അങ്കിൾ ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതാണ്. അതോട് ചേർന്ന് ചെറിയാൻ സാറിന്റെ ചില ഗാനങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ആരംഭിക്കാം. യാതൊരുവിധമായ സാങ്കേതിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കൂടാതെ ആദ്യോടന്തം ഈ മീറ്റിംഗ് അനുഗ്രഹമായി തുടരുന്നതിനു വേണ്ടിയും അതുപോലെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിനു വേണ്ടിയും ദൈവവചന സന്ദേശം നൽകുന്ന കർത്താവിന്റെ ദാസനു വേണ്ടിയും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തടസ്സം കൂടാതെ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യുവാനും ഏതാനും ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇപ്പോൾ പുന്നപ്രയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ CD സെബാസ്റ്റ്യൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. അതിനായി പ്രിയ കർത്തദാസനെ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 2025 ഒടുവിലുള്ള ഈ മേഘധ്വനി എന്ന് പറയുന്ന പ്രോഗ്രാം കൂടി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു. 12 മാസവും കൃത്യതയോടുകൂടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ചില വർഷങ്ങളായിട്ട് അത് തുടർമാനമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കണം ഇടയായി. ദൈവം നിരവധി കഴിവുകൾ പാടുവാൻ വേണ്ടി കൊടുത്ത സഹോദരി സഹോദരന്മാർ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് വലിയവനായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ ഇടയായി. അവർക്കതിനുള്ള ശബ്ദം ദൈവം കൊടുത്തു, അതിനുള്ള മനസ്സ് കൊടുത്തു. കർത്താവിന് വേണ്ടി പാടണമെന്നുള്ള വലിയ ആഗ്രഹം അവരുടെ ഹൃദയത്തിലത് ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കുവാൻ ദൈവം അനുവദിച്ചു. അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവരുടെ പാട്ടുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും ഇരുന്ന അനേകർക്ക് ആശ്വാസത്തിനും കാരണമായി തീർന്നു സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവദാസന്മാർ അവരുടെ സാക്ഷ്യം പറഞ്ഞു, ദൈവവചനത്തിൽ നിന്ന് അവർ സംസാരിച്ചു. കർത്താവ് ഇതെല്ലാം കേൾവിക്കാർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ മരുഭൂമി യാത്രയിൽ വീഴാതെ വണ്ണം ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കുന്നതിനും ദുഃഖങ്ങളും വേദനകളും വന്നപ്പോൾ അത് ആശ്വാസമായി ഭവിക്കുന്നതിനും ഇടയായതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഇന്നും കർത്താവിന്റെ ദാസൻ ജോൺ പി തോമസ് സാറിനെ ആ കാര്യത്തിനായിട്ട് കൂട്ടിവരുത്തിയിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ദാസനിൽ നിന്നും ആവശ്യമാകുന്ന ദൈവിക ആലോചനകൾ ചുരുക്കമായി കേൾക്കുവാൻ തക്കോണം അവിടുന്ന് ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പാടുവാൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് മക്കൾ കർത്താവെ അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ ശബ്ദവും കർത്താവെ ഈ മാധ്യമമെല്ലാം നന്നായി പ്രവർത്തിപ്പാൻ ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേക പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് കർത്താവ് അവരെയും സഹായിക്കണം, വേണ്ടുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം, തിരുനാമം മഹിമപ്പെടണം. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഞങ്ങൾ കർത്താവിനെ ആ നിലയിൽ മഹത്വപ്പെടുത്തട്ടെ. യേശു കർത്താവിന്റെ പുനഃനാമത്തിൽ വിനയമായും താഴ്മയായും പ്രാർത്ഥിക്കുന്നു. ഇവയും സ്വീകരിക്കുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ അനേക വർഷങ്ങളായി ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ സന്ധ്യാസമയത്ത് മേഘധ്വനി എന്ന പേരിൽ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺ ചെറിയാനങ്കിളാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂർ എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു ടീം പ്രവർത്തനമാണ്. കഴിഞ്ഞ അനേക നാളുകളായി കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷയെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം 2025 എന്ന വർഷം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ ബലപ്പെടുത്തി. പലവിധമായിരിക്കുന്ന സംഭവ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ ദുരിതങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ. എന്നാൽ അവയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളെ പരിപാലിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോഴും നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് നാം വിശുദ്ധിയോടെ കർത്താവിനെ സേവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിലൂടെയും ദൈവവചന സന്ദേശം കേൾക്കുന്നതിലൂടെയും ദൈവവചനം പഠിക്കുന്നതിലൂടെയും ഒക്കെ ആ വലിയ പ്രത്യാശയെ നമുക്ക് ഉണർത്തുവാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ആ നിലയിലുള്ള അനേക ഗാനങ്ങൾ കേൾക്കുവാൻ, അനേക ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ കേൾക്കുവാൻ ഈ മാധ്യമത്തിലൂടെ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതോർത്ത്, അതിന് ഞങ്ങൾ ഒരു കാരണമായി തീരുന്നു എന്നുള്ളതോർത്തും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ മേഘധ്വനി എന്ന ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ജോൺ സ്തംബാൻ ന്യൂജേഴ്സി, സിസ്റ്റർ ലിൻഡ തോമസ് മെൽബൺ, സിസ്റ്റർ മജു എ ബി അൽവർ, സിസ്റ്റർ ജോസ്ന ബിജോ അയർലൻഡ് എന്നിവരാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ദൈവവചന സന്ദേശം നൽകി തരുവാനായിട്ട് നമ്മുടെ മധ്യേ പ്രിയ ജോൺ പി തോമസ് അങ്കിൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നാം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം വളരെയധികം സുപരിചിതനായ അങ്കിളിൽ നിന്നും ഇന്ന് ഈ ഒരു വർഷക്കാലം അടുത്ത വർഷവും നമുക്ക് കർത്താവിന്റെ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദൈവവചന സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അങ്കിളിനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, മുക്കൂട്ടുതറയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ ബോബി തോമസ് അവർകളാണ്. ഈ ശുശ്രൂഷ തുടർന്ന് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ കർത്തദാസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മേഘധ്വനി എന്ന
പേരിൽ ഇന്ന് വൈകുന്നേര സമയം ഇന്ത്യയിൽ മറ്റ് പല സ്ഥലങ്ങളിലും പല വിധമായിരിക്കുന്ന സമയങ്ങളിൽ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. തീർച്ചയായിട്ടും നാം ഒന്നിച്ച് കൂടി വന്നിരിക്കുകയല്ല ഫിസിക്കലി, എന്നാൽ ഈ സൂം മാധ്യമത്തിലൂടെ അങ്ങ് ഓസ്ട്രേലിയ മുതൽ ഇങ്ങനെ ന്യൂജേഴ്സി അതുപോലെ തന്നെ അയർലൻഡിലും ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരും, കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും, ഇന്ത്യയുടെ പല ഭാഗത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും നമുക്ക് ഒന്നിച്ചിങ്ങനെ ഒരേ ആത്മാവിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഇപ്പോൾ കേട്ടതുപോലെ ഈ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നാളുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. 2025 എന്നൊരു വർഷം കടന്നുപോയത് കണ്ണടച്ച് തുറക്കുന്നത് പോലെയായിരുന്നു. പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് നമ്മ ഇത്രയും നാളും നടത്തിയ നമ്മുടെ നല്ല നാഥനെ ഓർത്ത് വാഴ്ത്തി സ്തുതിക്കുന്ന ഗാനമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഒന്ന് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എണ്ണിയാൽ തീരാത്ത ദൈവത്തിന്റെ നന്മകൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ, കാണുവാനായിട്ട് കഴിയും. നാം തളർന്നു പോയേക്കമായിരുന്ന ഈ 2025 എത്രയോ അവസ്ഥകളിലൂടെ നാം കടന്നുപോയി. ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ നിമിഷങ്ങളിലൂടെ, ജീവിതത്തിന്റെ പ്രയാസമേറിയ അനേക സാഹചര്യങ്ങളിലൂടെ. എന്നാൽ അവിടെയെല്ലാം നാം ഇന്നായിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, നമ്മുടെ ദൈവം നമ്മെ കരുതിയതാണ്, ദൈവം എന്നെ ചുമന്നതാണ്, അല്ലാതെ എന്റെ സ്വന്തം കഴിവിനാൽ ഞാൻ വന്നതല്ല എന്ന്. നമ്മുടെ ഏബനേസർ ആയിരിക്കുന്ന, നമ്മുടെ സഹായമായിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മേഘധ്വനി എന്ന ഈ സ്പെഷ്യൽ മീറ്റിംഗ് നമുക്ക് ഇവിടെ സമാരംഭിക്കാം. ആ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രമിക്കാം. മെൽബണിലും ജോയിൻ ചെയ്തിരിക്കുന്ന സജീവ് മാത്യു ബ്രദർ, പ്രിയ സജീവ് ജാൻ, അനേക ശുശ്രൂഷകളിൽ, അനേക യോഗങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായി ഗാനങ്ങൾ ആലപിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന കൃപ ആ നിലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എന്നെ കരുതിയ നാഥ എന്ന് തുടങ്ങുന്ന വളരെ അർത്ഥവത്തായ മനോഹരമായ നമ്മെ കരുതിയ നാഥനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഗാന ശുശ്രൂഷ നമുക്കിവിടെ സമാരംഭിക്കാം. ഇപ്പോൾ പ്രിയ സജീവ് മാത്യുശാനെ അതിനായിട്ട് ക്ഷണിക്കാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, എനിക്കെന്നും തവ കൃപ മതിയ. ഇതുവരെ എന്നെ കരുതിയ നാഥ, എനിക്കെന്നും തവ കൃപ മതിയ. കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും പരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയതാ, എനിക്കെന്നും തവ കൃപ മതിയാ. കരുണയിൻ കരത്തിൻ കരുതലില്ലാത്ത ഒരു
നിഴൽ താഴ്വരയതിലും ശരണമറ്റവന പരിതപിക്കാതെ മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവന പരിതപിക്കാതെ വരുമെനിക്കരികിൽ വഴി പതരാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാൻ നീ വരുമെനിക്കരികിൽ വഴി പതരാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാൻ നീ ഇതുവരെ എന്നെ കരുതിയതാ ഇനി എനിക്കെന്നും തവ കൃപ മതിയ ഇതുവരെ എന്നെ കരുതിയതാ ഇനി എനിക്കെന്നും തവ കൃപ മതിയ. താങ്ക് യു. കർത്താവിന് മഹത്വം. ആ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ വലിയ കരുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ലോകത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭിക്കുവാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബഥാനിയിലേക്ക് കടന്നു വന്നു. നമ്മോട് വായിക്കുന്നുണ്ട്, മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുണ്ട്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തുവെന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തി പറയുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറന്ന് നാം ആയിരിക്കാൻ കഴിയുന്നത് കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ മാത്രമാണ്. ഇനി നാം കേൾക്കുവാനായിട്ട് പോകുന്നത് യേശുവേ നിൻ പാദം എന്ന് തുടങ്ങുന്ന കർത്താവിലുള്ള ആശ്രയത്തെ കർത്താവിൽ ലയിച്ചു നാം ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഗാനമാണ്. മെൽബണിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരി ലിൻഡ തോമസ് പ്രിയ സഹോദരി ആ ഗാനം നമുക്കായിട്ട് ആലപിക്കുന്നു. വളരെ ആദരവോടുകൂടെ പ്രിയ സിസ്റ്ററിനെ ക്ഷണിക്കുന്നു.
കർത്താവിന് മഹത്വം. കർത്താവിന്റെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം എന്തിനാണ് കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുന്നത്? അതിന്റെ കാരണം നാം ഇനി കേൾക്കാനായിട്ട് പോകുന്ന ഗാനത്തിലും ഇപ്പോൾ പാടിയ പാട്ടിലും ഉണ്ടായിരുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടോ നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് മുന്നമേ അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നാം ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ച് നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെ രക്ഷിക്കാൻ വേണ്ടി പാപരഹിതനായവൻ ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന് പരിഹാരം വരുത്തി എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്, നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്നായിരിക്കുന്നത്, ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, അവനിൽ ആശ്രയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ല. ആഴവും നീളവും വീതിയും ഉയരവും ഒന്നും കണക്കിടുവാൻ കഴിയാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രമേ ആ ഒരു പ്രത്യേകതയുമുള്ളൂ. ആ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. സ്നേഹിച്ചു ദൈവം എന്നെ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും പ്രിയ സഹോദരി സിസ്റ്റർ മജു എബി നമുക്കായിട്ട് ആ ഗാനം ആലപിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സഹോദരിയെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. ആദ്യമാവൻ സ്നേഹിച്ചെന്നെ, ആദിയുഗങ്ങൾക്കു മുന്നേ, ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണ്ണനാ. ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണ്ണനാ. പാപിയായി പാരിൽ പിറന്നു, പാപവഴിയിൽ നടന്നു. പാപിയായി പാരിൽ പിറന്നു, പാപവഴിയിൽ നടന്നു. പാതകനായോ നിന്നെയും ദൈവം സ്നേഹിച്ചതാണത്ഭുതം. പാതകനായോ നിന്നെയും ദൈവം സ്നേഹിച്ചതാണത്ഭുതം. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം
ജീവൻ തന്നില്ല. ഉറ്റ സുഹൃത്തായി ഊഴിയിലിന്നൻ യേശുവൊരാൾ മാത്രമാ. ഉറ്റ സുഹൃത്തായി ഊഴിയിലിന്നൻ യേശുവൊരാൾ മാത്രമാ. അഴലേറും വേളയിൽ തന്റെ കഴലിൽ ഞാൻ ആശ്രയം തേടും. അഴലേറും വേളയിൽ തന്റെ കഴലിൽ ഞാൻ ആശ്രയം തേടും. ചുഴലീരാഴി തിരമേൽ നടന്നൻ അരികിൽ വരും രക്ഷകൻ. ചുഴലീരാഴി തിരമേൽ നടന്നൻ അരികിൽ വരും രക്ഷകൻ. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകും. താങ്ക് യു. കർത്താവിന് മഹത്വം. നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ നമ്മോടുള്ള ആ വലിയ ആ സ്നേഹത്തെ ഓർത്ത് തീർച്ചയായിട്ടും നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്നെ സ്നേഹിച്ചു എന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമില്ല. നമുക്ക് പറയാനുള്ളത് ആകെ നാം പാപികളായിരുന്നു എന്നത് മാത്രമാണ്. വളരെ മനോഹരങ്ങളായിരിക്കുന്ന ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ദൈവവചന കേൾവിക്കായിട്ട് നാം ചുരുക്കം ചില നിമിഷങ്ങൾ ഇനി ആയിരിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നാം ഒരുക്കമുള്ളൊരു ഹൃദയത്തോടുകൂടെ ആയിരിക്കണം. ആ വിതയ്ക്കപ്പെടുന്ന വിത്ത് നല്ല നിലത്ത് വീണ് അത് ഫലകരമായി തീരുന്നത് പോലെ നാം കേൾക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമുള്ളതായി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന നിലയിൽ ഒരുക്കമുള്ള പ്രാർത്ഥനയുള്ള ഹൃദയത്തോടുകൂടെ വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ, നമുക്കൊക്കെ വളരെ പരിചിതനായിരിക്കുന്ന പ്രിയ ജോൺ പി തോമസ് അങ്കിളാണ്. പ്രിയ കർത്തദാസനെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. നമുക്കൊക്കെ വളരെ പരിചിതനാണ്. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി അനേക ദൈവജനത്തിന്റെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. പ്രിയ ജോൺ പി തോമസ് അങ്കിളിനെ വളരെ ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഒപ്പം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. വളരെ ഭക്തിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ജോൺ പി തോമസ് അങ്കിളിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രത്യേക മീറ്റിംഗിൽ എന്നെയും ക്ഷണിച്ചു. വളരെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ പ്രാരംഭമായി ഓർത്തതുപോലെ ഏതാണ്ട് ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ എന്ത് പറയണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നു. ആ വാക്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാടിരുന്ന് ധ്യാനിച്ചു. എന്നാൽ ഒരുപാടൊന്നും വചനത്തിൽ നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ ഒരു വാക്യം പ്രാരംഭമായി വായിച്ച് ദൈവം പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ആ വചനത്തിൽ നിന്ന് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഇവിടെ ഒരു പ്രത്യേക
ഭാഗം അടർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വായിച്ചത്. ഇവിടെ വായിക്കുന്നു, യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം. അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. അവ കർത്താവ് ഈ പ്രതിഷ്ഠോത്സവ സമയം ദേവാലയത്തിലെ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ശീതകാലം, ഒരു തണുത്ത കാറ്റടിക്കുന്ന സമയം. കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു പ്രതലമായിരുന്നു ശലോമോന്റെ മണ്ഡപം. ആദിമ സഭ കൂടി വന്നതും ശലോമോന്റെ മണ്ഡപത്തിലാണ്. എന്നാൽ നമ്മുടെ വിഷയത്തിൽ അവിടെ ഒതുങ്ങി നിൽക്കട്ടെ. യഹൂദന് ദൈവം കൊടുത്തത് 7 ഉത്സവങ്ങളാണ്. ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങൾ കൽപ്പിച്ചാക്കി. ഈ 7 ഉത്സവങ്ങൾ യഹൂദന് കൊടുക്കുന്നത് ഓർമ്മയ്ക്കായിട്ടാണ്. ദൈവം അവരോട് ഇടപെട്ടത് മറക്കാതെ ഓർക്കുവാൻ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ വന്ന് അവരാചരിക്കണം ഈ 7 ഉത്സവങ്ങൾ. നമുക്ക് ഉദാഹരണമായിട്ട് പെസഹ പെരുന്നാൾ. അത് ദൈവം അവരെ വിടുവിച്ച, സംഹാര ദൂതിൽ നിന്ന് വിടുവിച്ച, അവരെ ഈജിപ്തിൽ നിന്ന് വേർപിരിച്ച ആ ദിവസം അവർ ഒരിക്കലും മറക്കാതെ ഓർക്കണം. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പമാണ് അവർക്ക് ഓർമ്മയായിട്ട് കൽപ്പിച്ചാക്കിയതിൽ പ്രവചനാത്മാവിൽ ദൈവം മുന്നമേ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ നിഴലായിട്ട് കൂടെ അത് പറയുന്നു. നാം കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. യഹൂദന് പെസഹ പെരുന്നാൾ ഓർമ്മയാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കർത്താവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. എന്തോ ഒരു ജ്ഞാനമാണെന്ന് നോക്കിയേ. ഈ 7 ഉത്സവങ്ങളും അതുപോലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഉദാഹരണമായിട്ട് പെസഹ പെരുന്നാളിൽ കാൽവറി ക്രൂശിന്റെ ചിത്രവും അവസാനം പറയുന്ന കൂടാര പെരുന്നാളിൽ 1000 ആണ്ട് വാഴ്ചയുടെയും ചിത്രമാണ്. ഞാൻ അവിടോട്ടല്ല പോകുന്നത്. ദൈവം ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങളാണ് കൽപ്പിച്ചാക്കിയത്. എന്നാൽ യഹൂദന് 2 ഉത്സവം കൂടെ അവരുടെ റബിമാര് കൽപ്പിച്ചാക്കി. ഒന്ന് ഇവിടെ വായിച്ച പ്രതിഷ്ഠോത്സവവും 2 പൂരീം ഉത്സവവും. പൂരീം അതായത് നമുക്കറിയാം, ഹാമാൻ ഇസ്രയേലെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവരെ വിടുവിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് പൂരീം ഉത്സവം അവർ കൊണ്ടാടി. ഇവിടെ ഒരു പ്രത്യേക ഉത്സവം നമ്മൾ കാണുന്നു, പ്രതിഷ്ഠോത്സവം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, സമർപ്പണത്തിന്റെ ഒരു ഉത്സവമാണ്. നമ്മൾ ഒരു വർഷത്തിന്റെ അവസാനം വന്നിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാലങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വരും. എപ്പോൾ വേണമെങ്കിലും വരാം. ഈ കഴിഞ്ഞ വർഷം വന്നില്ല, അടുത്ത വർഷം വരാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. നമ്മുടെ നാളുകളൊക്കെ എണ്ണപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. മാത്രമല്ല, കാലങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവിനോട് വളരെ സമീപിച്ച ദിവസങ്ങളാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു കാലയളവിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ യഥാർത്ഥമായ ഒരു സമർപ്പണം ഉണ്ടാകണം. ഇവിടെ യഹൂദൻ ഒരു 8 ദിവസം ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, അന്ന് അവരതിന് വിളിച്ചിരുന്ന പേര് ഹനൂക്ക ഉത്സവം എന്നാണ്. ഹനൂക്ക എന്ന വാക്കിന് സമർപ്പണം, വെളിച്ചം എന്നൊക്കെയുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയും. ഈ 8 ദിവസം നമ്മള് ക്രിസ്മസിന് നമ്മള് ദീപാലങ്കാരങ്ങൾ, നക്ഷത്രങ്ങളൊക്കെ കത്തിച്ച് ആചരിക്കുന്ന പോലെ യഹൂദൻ അവരുടെ വീടുകളുടെ മുന്നിൽ ഏതാണ്ട് 8 വിളക്കുകൾ കത്തിച്ചു വെക്കുന്ന, ഓരോ ദിവസം ഓരോ വിളക്കുകൾ കത്തിച്ച് 8 ദിവസം അവരാചരിക്കുന്ന ഒരു പ്രത്യേക ആചാരമാണ് ഈ ഹനൂക്ക എന്ന് പറയുന്നത്. ഇതിന്റെ പുറകിൽ ഒരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഞാൻ ഒരു ഫ്യൂ മിനിറ്റ്സ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമയം മുഴുവൻ പോകും, ഒരു ഏതാനും മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞ് നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ക്രിസ്തുവിന് 138 വർഷം മുമ്പ് BC 138 എന്ന് പിടിച്ചു. അന്ന് നമ്മൾ ഓർക്കണം, സിറിയൻ രാജാവായ സിറിയക്കാര് ഗ്രീക്ക്, അതായത് യവന സംസ്കാരത്തിൽ അവർക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. യവന സംസ്കാരം പടർത്തുവാൻ അവർ ഒരുപാട് ശ്രമിച്ചു. അതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് യഹൂദന്റെ പ്രമാണങ്ങളും വിശ്വാസവുമാണ്.
അതുകൊണ്ട് സിറിയയിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു ദുഷ്ടനായ രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അന്ത്യോക്യസ് എഫിഫാനസ്. മാഡ് മാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അന്ത്യോക്യസ് എഫിഫാനസ്. അദ്ദേഹം യഹൂദനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒരുപാട് യഹൂദന്മാരെ അദ്ദേഹം ഉപദ്രവിച്ചു. ഏതാണ്ട് AD 170 അന്ത്യോക്യസ് എഫിഫാനസ് ഏതാണ്ട് 80,000 യഹൂദന്മാരെ കൊന്നു. അവരുടെ ക്യാപിറ്റൽ പിടിച്ചെടുത്തു. അതായത് ദേവാലയം പിടിച്ചു, യെരൂശലേം പിടിച്ചു, ദേവാലയത്തിന്റെ ധനമെല്ലാം മോഷ്ടിച്ചു. ആരെങ്കിലും ഒരു പഴയ നിയമ ഏടുകളുടെ ഒരു കോപ്പി വെച്ചാൽ അവനെ കൊല്ലും. അവനെ കൊല്ലുക മാത്രമല്ല, അവനെ തൂക്കിയിട്ടിട്ട് അവന്റെ കൊച്ചിനെ ആരെങ്കിലും പരിശോധനയേറ്റാൽ ആ കുഞ്ഞിനെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും. ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ 80,000 യഹൂദനെയൊക്കെ കൊന്ന് ഈ യവന സംസ്കാരം പടർത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദനെ പിടിച്ച് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. ചുരുക്കി ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര്, അതായത് ഈ ഇന്നത്തെ ടെല്ലവീവിന്റെ ഏതാണ്ട് അടുത്ത ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തില് യവന ആളുകൾ വന്നിട്ട് അവിടെയുള്ള യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു പന്നിയെ അവരുടെ ദേവന് വേണ്ടി യാഗം അർപ്പിക്കണം. യഹൂദന്മാർ ഒരിക്കലും അത് ചെയ്യത്തില്ല. എന്നാല് അവിടെ യഹൂദന്മാർ ചെയ്യാതെ നിന്നപ്പോൾ അവിടെ അവരുടെ ആ ഏരിയയിലെ മുതിർന്ന ഒരാള്, ഒരു കഹാത്യ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു മറ്റാത്യോസ്. പ്രായം ചെന്ന ഒരാളാണ് മറ്റാത്യോസ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു യഹൂദൻ, അതായത് യവന സംസ്കാരത്തിൽ താല്പര്യമുള്ള ഒരു യഹൂദൻ, ഒരു പന്നിയെ യാഗമർപ്പിക്കാൻ മുന്നോട്ട് വന്നു. ഈ വാർദ്ധക്യം ചെന്ന മറ്റാത്യോസ് അദ്ദേഹം ഒരു കത്തി എടുത്ത് അവനെ ഒരു കുത്തിനങ്ങ് കൊന്നു. അവനെ കൊല്ലുക മാത്രമല്ല, ഈ പ്രവൃത്തി ചെയ്യിക്കാൻ വന്ന യവന ആ ഓഫീസറെയും കുത്തിക്കൊന്നു. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മറ്റാത്യോസ് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ പക്ഷത്തുള്ളവരെ എന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞിട്ട്, അവർക്കറിയാം യവനന്മാർ വന്ന് ഇവരെ കൊന്നുകളയും, ഇവരുടെ ഗ്രാമമൊക്കെ വളഞ്ഞു നശിപ്പിക്കും. ഈ മറ്റാത്യോസും അദ്ദേഹത്തിന് 5 ആൺമക്കളാണ്. അദ്ദേഹത്തിന്റെ 5 ആൺമക്കളും സഹോദരങ്ങളും തന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളും വനത്തിലോട്ടം കയറിപ്പോയി. ആ വനത്തിൽ കയറിപ്പോയിട്ട് അവര് ഗൊറില്ല വാർഫെയർ ആരംഭിച്ചു. ഗറില്ല വാർഫെയർ ഈ സിറിയക്കാരോട് ആരംഭിച്ച് സിറിയക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ 3-ാമത്തെ വർഷം യെരുശലേം അവർ മോചിപ്പിച്ചു. 3-ാമത്തെ വർഷം യെരുശലേം മോചിപ്പിച്ചു. യെരുശലേം മോചിപ്പിച്ച ശേഷം അവർ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിന്റെ കവറുവിളക്കൊക്കെ എടുത്തോണ്ട് പോയി. കാരണം അത് തങ്കമായിരുന്നു. അവിടെ പലതും നഷ്ടപ്പെട്ടു. എന്നാൽ അദ്ദേഹം ആ ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് ആരംഭിച്ചു. ഈ കവരവിളക്കിന് പകരം അവിടെ 7 വിളക്കുള്ള ഒരു വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരുടെ പ്രമാണമനുസരിച്ചുള്ള എണ്ണ 1 ജാർ ഇരിപ്പുണ്ട്. അവരുടെ മഹാപുരോഹിതന്റെ സീല് വേണം അതിൽ. അങ്ങനെ 1 ജാർ എണ്ണ ഇരിപ്പുണ്ട്. ആ 1 ജാർ എണ്ണ ഒരു ദിവസം കത്തിക്കാനേ ഉള്ളൂ. അത് അദ്ദേഹം എടുത്ത് ഈ കവരവിളക്ക് കത്തിച്ചു. 1 ദിവസം കത്തിക്കാനുള്ള എണ്ണയുള്ളൂ. പക്ഷെ അവിടെ ഒരു അത്ഭുതം നടന്നു. ഇവിടെ ഈ യവനന്മാരായ സിറിയക്കാരെ തോൽപ്പിക്കുക മാത്രമല്ല, 1 ദിവസത്തെ എണ്ണ 8 ദിവസം നീണ്ടു നിന്നു. ആ എണ്ണ കൊണ്ടുള്ള അഗ്നി, ആ തീ കെട്ടുപോകാതെ, ആ വിളക്ക് കെട്ടുപോകാതെ 8 ദിവസം തുടർച്ചയായിട്ട് അത് കത്തി. 1 ദിവസത്തെ എണ്ണ 8 ദിവസം കത്തി. അതുകൊണ്ട് ആ 8-ാം ദിവസം ആയപ്പോഴത്തേക്ക് പുതിയ ഒലിവെണ്ണ, ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ടുവന്ന് അവർക്ക് വീണ്ടും അത് കത്തിക്കാനായിട്ട് സാധിച്ചു. അതിന്റെ ഓർമ്മയാണ് ഈ ഡെഡിക്കേഷൻ. അത് നമ്മൾ ഓർക്കണം. 8 ദിവസം ആ തീ കത്തി നിന്നു 1 ജാറ് എണ്ണ കൊണ്ട്. അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ അവർ കൊണ്ടാടുന്നത് 8 ദിവസമാണ്.
ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പന്നിയെ അർപ്പിച്ച് പുറജാതിക്കാരന്റെ കൈകളിലായിപ്പോയ ദേവാലയം അവരത് തിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് ദൈവഹിതപ്രകാരം ആ ദേവാലയം വീണ്ടും ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു. ആ സമർപ്പിച്ചു കൊടുത്തതിന്റെ ഓർമ്മയാണ് ഈ പ്രതിഷ്ഠ ഉത്സവം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷൻ. നമ്മുടെ കർത്താവ് ഇത് ആചരിച്ചിട്ടുണ്ട്. കർത്താവ് ഈ സമയത്ത് യെരുശലേമിലുണ്ട്, താന് ശലോമോന്റെ മണ്ഡപത്തിലുണ്ട്. ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, നമ്മളൊരു വർഷത്തിന്റെ അവസാനത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവസന്നിധിയില് നാമും പുതുതായി ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അതുള്ള ബന്ധത്തിൽ ദീർഘമായ ഒരു പഠനത്തിന് ഉതകുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അത് എടുക്കുന്നില്ല. എന്താണ് ഈ സമർപ്പണം? ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം നമ്മൾ അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരാണ് എന്ന്. ഞാൻ തിരുവചനത്തിൽ ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്താണ് ഈ സമർപ്പണം? സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ഞായറാഴ്ചയും യോഗത്തിന് പോകുന്നതല്ല. സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ഞായറാഴ്ചയും സ്തോത്രാഴ്ച ഇടുന്നതല്ല. സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നതല്ല. പിന്നെ എന്തുവാ സമർപ്പണം? സമർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കണ്ടു, യഹൂദന്റെ ദേവാലയം അത് ശുദ്ധീകരിച്ച് ദൈവഹിതത്തിനായിട്ട് അത് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഈ സമർപ്പണം എന്ന വാക്കുകൊണ്ട് തിരുവചനം ഉദ്ദേശിക്കുന്നത് the act of setting apart or state of being set apart for the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. ഞാൻ യോഗത്തിന് പോകുന്നു എന്നുള്ളതല്ല, ഞാൻ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ളതല്ല, ഞാൻ കൃത്യമായി സ്തോത്രാഴ്ച ഇടുന്നു എന്നുള്ളതല്ല. അതൊന്നുമല്ല സമർപ്പണം എന്ന് പറഞ്ഞാൽ. സമർപ്പണം എന്ന് പറഞ്ഞത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണോ എന്നെ സംബന്ധിച്ച് നീ അത് നിർവഹിച്ചെടുക്കണം. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കണം. നമുക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ അർപ്പിച്ച ദൈവപുത്രൻ, ആ ദൈവപുത്രന്റെ പൂർണ്ണ ഹിതത്തിന് നമ്മളെ സമ്പൂർണമായി വിട്ടുകൊടുക്കുന്നതാണ് സമർപ്പണം. ദൈവജനത്തിൽ സമർപ്പണം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം അതാണ്. എന്നെ പൂർണ്ണമായി ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. ദൈവം എന്തോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ഞാനൊന്നുകൊണ്ട് വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ബൈബിള് പറയുന്നുണ്ട് നമുക്ക് നല്ലത് എന്താണെന്ന് അറിയാൻ സാധിക്കത്തില്ല. യെരമ്യാ പ്രവചനം ഒന്ന് എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 10-ാം അധ്യായം പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വളരെ ആശയസമ്പുഷ്ടമാണ്. അതിനോട് ചേർത്ത് പല വാക്യങ്ങൾ എടുക്കാം. എന്നാൽ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള വാക്യങ്ങൾ വായിച്ചു പോകാം. അവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. യെരമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യഹോവേ ക്ഷമിക്കണേ, 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യഹോവേ, മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെയും നേരെയാക്കുന്നത് സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. അത് മലയാളത്തിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കിയേ. ഓ ലോർഡ്, I know that the way of man is not in himself. It is not in man that walketh to direct his steps. ജീവിക്കുന്ന മനുഷ്യന് അവന്റെ കാലടികളെ നേരെയാക്കുക, ഡയറക്റ്റ് ചെയ്യുന്നത് അവനുള്ളതല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അവന് കഴിവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ഒക്കുന്നേ? നമ്മൾക്ക് 1-2 വാക്യം കൂടെ നോക്കാം. സദൃശവാക്യം 14-ാം അധ്യായം നോക്കിയാട്ടെ. സദൃശവാക്യം 14-ാമത്തെ അധ്യായം. ഈ വാക്യം 2 പ്രാവശ്യം ആ ഭാഗത്ത് ആവർത്തിച്ചിട്ടുണ്ട്. 14-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളാണ്. നിങ്ങള് അതിന്റെ 16-ന്റെ 25 കൂടെ നോക്കിയേ. 16-ാം അധ്യായം സദൃശവാക്യം തന്നെ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കിയേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങളിൽ ചിലപ്പോൾ എനിക്ക് അബദ്ധമായി മാറും. ഞാൻ ആരെ വിവാഹം കഴിക്കണം, ഞാൻ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എവിടെ ജീവിക്കണം,
നമ്മളിവിടെ വായിക്കുന്നു, എന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനം മറന്ന വഴികളാണ്. മനുഷ്യന് പ്രോപ്പറായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അനേക ദുഃഖങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും അവന് വിടുതൽ കിട്ടിയാനെ. സാധിക്കുന്നില്ല. അവന് തിരഞ്ഞെടുക്കാൻ അറിഞ്ഞുകൂടാ. നമ്മൾ കണ്ടു യെരമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻ മാൻ ടു ഡയറക്റ്റ് ഹിസ് ഓൺ സ്റ്റെപ്സ്. അവന്റെ കാലടികളെ നേരെയാക്കാൻ അവന് കഴിവില്ല. എന്നാൽ ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ ദൈവം യെരമ്യാ 29 ഒരു കാര്യം പറയുന്നുണ്ട്. അതിവിടെ വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യെരമ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 11 വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി തരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ I have a thought concerning you. I have a thought concerning you, a thought of peace and prosperity. Wonderful. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു വർഷത്തിന്റെ അവസാനത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷം കടന്നുപോയി. കഴിഞ്ഞ ഓരോ വർഷങ്ങളും നമ്മളെ വിട്ട് കടന്നുപോയി. സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു, എനിക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും ഇതാ നല്ലതെന്ന്. പക്ഷേ ജീവിതത്തിന്റെ അവസാനത്തിൽ അതൊരു മരണവഴിയായിരുന്നു എന്ന് തോന്നും. പക്ഷെ ദൈവം ഒരു കാര്യം പറയുന്നു, I have a thought concerning you. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ ഉൾപ്പെടെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മള് ദൈവത്തിന്റെ കൺമുമ്പിൽ വളരെ വിലപ്പെട്ടവരാണ്. നമ്മൾ നിസ്സാരന്മാരല്ല. നമ്മൾ ദൈവത്തിന് വളരെ വളരെ വിലപ്പെട്ടവരാണ്. ഞാൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. സങ്കീർത്തനങ്ങൾ അതിന്റെ 138 ഞാൻ പലപ്പോഴും വായിച്ചിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്ക് ധൈര്യം തോന്നിയിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്സാഹം തോന്നിയിട്ടുണ്ട്. നോക്കിക്കാട്ടെ, സങ്കീർത്തനം 138 8 വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ആ വാക്യം ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ആദ്യം NKJV, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന NKJV ആണ്. അതിനകത്ത് ഇങ്ങനെയാണ്, the Lord will perfect or complete that which concerns me. The Lord will perfect or complete that which concerns me. എന്നെ കുറിച്ചുള്ളത് എന്റെ ദൈവം പൂർണ്ണമായി നിർവഹിച്ചു തരും. ഓ, എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കാട്ടെ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങിപ്പോകും. നമ്മളിവിടെ ജനിച്ചു. നമ്മുടെ ജീവിതം അവിചാരിതമല്ല. ജോൺ ബി തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ഈ ജോൺ ബി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ DNA ഈ അളവില്, ഈ നീളവും വീതിയും ഈ ക്യാരക്ടറിലൊക്കെ ഇവിടെ ജനിക്കണമെങ്കിൽ അത് അവിചാരിതമായിട്ടൊന്നും ഉണ്ടായതല്ല. എന്റെ അപ്പനും അമ്മയും പരസ്പരം ബന്ധപ്പെട്ടിട്ട് ഞാൻ ഉണ്ടായതാണ്. എന്നെ ഇങ്ങനെ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ ദൈവം ഉദ്ദേശിച്ചപ്പോൾ എന്റെ മാതാപിതാക്കളെ ദൈവം ഒന്നിച്ചു കൊണ്ടുവന്നു. നമ്മള് 139 സങ്കീർത്തനം നോക്കി, അതിന്റെ 13 വാക്യം, നീയല്ലോ എന്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കര അതിശയമായി എന്നെ സൃഷ്ടിച്ചു. 15 വാക്യം, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ. 16 വാക്യം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. വണ്ടർഫുൾ, വണ്ടർഫുൾ. എന്റെ സഹോദരന്മാരെ, ധൈര്യത്തോടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതിന്റെ കാരണം, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ല. ഞാനിവിടെ ജനിച്ചിട്ടില്ല. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയില്ല. ഈ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മള് 138 സങ്കീർത്തനത്തിൽ വായിച്ചു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. The Lord will perfect or complete that which concerns me. എന്നെ കുറിച്ചുള്ളത് പൂർത്തീകരിക്കും എന്റെ ദൈവം. അപ്പൊ എന്നെ കുറിച്ചൊരു ചിന്ത ദൈവത്തിനുണ്ട്.
നമ്മൾ അതാണ് ജെരമ്യാവിൽ വായിച്ചത്. ഐ ഹാവ് എ തോട്ട് കൺസേണിങ് യു. നമുക്ക് നിത്യതയിൽ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊന്നും ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ സമ്പൂർണമായി അവന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ നാം കടമ്പെട്ടവർ. സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ എന്നെ നിനക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഡെഡിക്കേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഹാൻഡിങ് ഓവർ മൈ ലൈഫ് ടു ദ ലോർഡ് who will do whatever he wants with my life. എന്റെ ജീവിതത്തെ അവന്റെ കരങ്ങളിൽ എടുത്ത് അവൻ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഗെത്സമനയിൽ വെച്ച് കർത്താവ് എന്താ പ്രാർത്ഥിച്ച്? പിതാവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതാണ് സമർപ്പണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ കർത്താവിന്റെ മുന്നില് 5 അപ്പവും 2 മീനും അമ്മ പൊതിഞ്ഞുകെട്ടി കൊടുത്തതാണ് ആ ബാലന് കഴിക്കാൻ. അവന്റെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. 5 അപ്പവും 2 മീനും അവൻ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു. അവന്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ല. He handed over everything into the hands of the Lord. കർത്താവിന്റെ കരത്തിലോട്ടം കൊടുത്തു. പിന്നെ അവനൊന്നുമില്ല. പിന്നെ കർത്താവ് അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ 5 അപ്പവും 2 മീനും കൊടുത്തിട്ട് ആ ബാലൻ അവിടെ നിൽക്കുന്ന നിൽപ്പാണ് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ചിത്രം. ഞാന് പറയണമെന്നേ ഉദ്ദേശിച്ചില്ല, പക്ഷേ ഇവിടെ വന്നിരുന്ന ശേഷം എൻ്റെ മനസ്സിലൂടെ ഇവിടെ വന്നിരുന്ന ശേഷം ഈ ഭാഗം എടുക്കട്ടെ എന്നെ മനസ്സിൽ പ്രേരണ തോന്നി. എന്തുകൊണ്ടാണ് ഈ സമ്പൂർണമായി എന്നെ കമ്മിറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സില്ലാത്തത്? എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ഞാനൊന്ന് പറയട്ടെ. ഞാൻ 74 രക്ഷിക്കപ്പെട്ടു. ഞാൻ എന്നെ തന്നെ കർത്താവിനൊക്കെ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതൊരു സമ്പൂർണ്ണ സമർപ്പണമായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ വടക്കേന്ത്യയുടെ പ്രദേശത്ത് ഈ ഒരുപാട് സുവിശേഷ വിരോധികൾ ഉള്ളിടത്ത് എന്നെ വിടുമോ, എന്റെ ജോലി രാജിവെക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭയം എന്നിൽ ഉണ്ടായിരുന്നു. നാളുകൾ കഴിഞ്ഞ് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം ഒരിക്കലും എന്നെ അങ്ങനെ നിർബന്ധിച്ച് അയക്കത്തില്ല. കേട്ടോ, ഒരിക്കലും അയക്കത്തില്ല. എന്താ അങ്ങനെ പറയുന്നത്? പറയാം. ഫിലിപ്പിലേനോ എന്ന് എടുത്താട്ടെ, 2-ാം അധ്യായം. ഫിലിപ്പിലേനൻ 2-ാം അധ്യായം തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണെന്ന് നോക്കിയാട്ടെ. ഫിലിപ്പിലേനൻ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമാണ് തിരുവുള്ളം ഉണ്ടായി നിവർത്തിക്കുന്നത്. സൗന്മാരെ, ആ വാക്ക് കണ്ടോ? ഇറ്റ് ഈസ് ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഹിസ് ഗുഡ് പ്ലഷർ. ആദ്യം ദൈവം എന്റെ മനസ്സിൽ ഇച്ഛയുളവാക്കും. ഞാന് എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ഞാൻ അങ്ങനെ അധികം പറയാറില്ല, ഒന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ പരിമിതമായ ഒരു ഇസ്ലാമിക് രാജ്യത്ത് പരിമിതമായ സാഹചര്യങ്ങളിൽ എന്നാൽ കഴിവതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. ഞാനൊരു അമേരിക്കൻ കമ്പനിക്ക് 17 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കുകയല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയുള്ളൂ, ഇടയ്ക്കൊക്കെ ചില മീറ്റിംഗ് ഒക്കെ എടുത്തോണ്ടിരിക്കും, ഇങ്ങനെ പോവുകയുള്ളൂ. അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സന്ദർഭങ്ങൾ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയായി. മാനസികമായ സമ്മർദ്ദം. എന്റെ മക്കള് 3 പേര് അവിടെ ജനിച്ച് 2 പേര് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. ഫാമിലിയായിട്ട് ഞാൻ അവിടെ വെൽ സെറ്റിലാണ്. പക്ഷേ എന്റെ കർത്താവിനെ സേവിക്കാനുള്ള ഒരു വാഞ്ച എന്റെ മനസ്സിൽ കത്തുകയാണ്. അന്ന് കർത്താവ് എന്നെ വിളിക്കില്ല,
ഇങ്ങനെയൊക്കെ ജീവിച്ച് ശുശ്രൂഷിച്ചൊക്കെ പോവുകയുള്ളൂ എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ ഞാൻ അസ്വസ്ഥനാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനായി തീരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അത് ഈ വാക്യം പിന്നീട് മനസ്സിലായി, എന്നിൽ ഇച്ഛയുളവാക്കുന്ന ദൈവമാണ്. ഞാൻ ജോലി രാജിവെച്ചു. എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് 1994 ഞാൻ ജോലി രാജിവെക്കും. ആ ജോലി രാജിവെച്ചിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ഓരോ ശുശ്രൂഷകളിലും ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സംതൃപ്തി പറഞ്ഞറിയിക്കാനായിട്ട് നിവൃത്തിയില്ല. കാരണം അതിന്റെ ഒറ്റ കാരണം, എന്നിൽ ഇച്ഛയുളവാക്കി അത് വർക്കൗട്ട് ചെയ്യുന്നത് ദൈവമാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? എന്നെ വടക്കേന്ത്യയുടെ പ്രദേശത്ത് വിടാൻ, എന്നെ ഹിമാലയത്തിന്റെ അടിയിൽ വിടാൻ, അല്ലെ രാജസ്ഥാന്റെ മരുഭൂമിയിൽ വിടാൻ ദൈവം ഉദ്ദേശിക്കുന്നെങ്കിൽ എന്റെ മനസ്സിൽ ആ താല്പര്യം തന്ന് എന്നെ അതിനായിട്ട് ഒരുക്കിയിട്ട് ദൈവം അത് പ്രവർത്തിക്കത്തുള്ളൂ. ഒരിക്കലും സമ്മതമില്ലാത്ത ഒരാളെ ദൈവം അങ്ങനെ എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കത്തില്ല. എന്തുകൊണ്ടാണ് സമ്പൂർണമായി സമർപ്പിക്കാത്തത്? എന്റെ മനസ്സിൽ തെറ്റായ പല ധാരണകളുണ്ട്. എന്റെ കർത്താവിന് എന്നെ സമർപ്പിച്ചാൽ നാളെ ജോലി രാജിവെക്കാൻ, നാളെ എന്നെ വടക്കേന്ത്യയുടെ പ്രദേശത്ത് രാജസ്ഥാനിലോട്ട് വിടാൻ, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ താഴോട്ട് ദൈവം വിടുമെന്നൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുവാൻ സന്നദ്ധനല്ലാതെ പലപ്പോഴും ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാനിത് പറയാനേ ഉദ്ദേശിച്ചതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ കർത്താവിന്റെ വയലിലേക്ക് അയക്കുകയാണെങ്കിൽ, എല്ലാവരെയും കർത്താവ് അങ്ങനെ അയക്കത്തില്ല. നമ്മള് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്, മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്, ബഹുവിധമായ ജ്ഞാനം. ആ വാക്കിന്റെ ആശയം വെറൈറ്റീസ്, വെരി മെനി സൈഡഡ് എന്ന് പറഞ്ഞാൽ ഒരു 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 ടാപ്പസ്ട്രി, ഒരു 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 തുണിയില് വ്യത്യസ്തമായ ഡിസൈനിലൊക്കെ നെയ്തെടുത്തതുപോലെ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. എല്ലാവരെയും ഒരുപോലെ അല്ല വിളിക്കുന്നേ. അവന്റെ വിഷ്ടം അപാരമാണ്. അവൻ ഓരോരുത്തരെ കുറിച്ച് ചിന്തയുണ്ട്. അവൻ പറഞ്ഞ വാക്ക് നമ്മൾ കണ്ടു, ഐ ഹാവ് എ തോട്ട് കൺസേണിങ് യു. എനിക്ക് നിന്നെ കുറിച്ചൊരു ചിന്തയുണ്ട്. ഇറ്റ് ഈസ് എ തോട്ട് ടു ഗിവ് യു എ ഗുഡ് ഫ്യൂച്ചർ. ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. ആ സമർപ്പണത്തിന് മടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതൊരു ചിന്തയുണ്ട്, ഞാൻ അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ എന്റെ പല കാര്യങ്ങളും എനിക്ക് നഷ്ടമാകുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ദാറ്റ് ഈസ് ഫിയർ ഓഫ് ലോസ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് അതിനല്ലല്ലോ വന്നത്. യോഹന്നാൻ 10:10 വായിക്കുന്നത് എന്താണ്? മോഷ്ടിപ്പാൻ വന്നത് കർത്താവല്ല. ആരാണ്? പൈശാചികനാണ്. എന്നാൽ എല്ലാ നല്ല ദാനവും ഉയരത്തിലെ കർത്താവിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. He has come. അവൻ വന്നത് നമുക്ക് നന്മ തരാനാണ്, നമ്മുടെ എടുത്തോണ്ട് പോകാനല്ല. ചിലര് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കാത്തതിന്റെ കാര്യം മനുഷ്യഭയമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ വിധത്തിൽ ഇന്ന് ഇരിപ്പുണ്ടോ? എങ്ങനെ വീട്ടുകാരെന്ത് വിചാരിക്കും? എൻ്റെ സഹപാഠികൾ എന്ത് വിചാരിക്കും? എൻ്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും? ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. സദൃശവാക്യം 29:25 എടുത്താട്ടെ. സദൃശവാക്യം 29:25. സദൃശവാക്യം 29:25. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യഭയം ഒരു കണിയാണ്. ഫിയർ ഓഫ് മാൻ ഇസ് എ സ്നെയർ. എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? ഞാനൊന്ന് കർത്താവിലോട്ട് മുന്നോട്ട് വന്നാൽ ചിലർ പറയും ഞാൻ പെന്തിക്കോസിൽ ചേർന്നു, ചിലർ പറയും കലക്കവെള്ളത്തിൽ പോയി മുങ്ങി, ചിലർ ഇങ്ങനെ പല പരിഹാസങ്ങൾ വരും. മനുഷ്യനെ ഭയക്കുകയാണെങ്കിൽ
തിരുവചനത്തിൽ വായിക്കുന്നു. ആ ഭയം ഒരു കെണിയാണ്. ഞാൻ നരകമെന്ന വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വെളിപാട് പുസ്തകം 21:8 എടുത്തേ. വെളിപാട് പുസ്തകം 21:8 വാക്യം. അവിടെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നരകത്തിൽ പോകുന്നവരുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ്. ആദ്യം പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ആരാന്ന് നോക്കി. വെളിപാട് ദിവസം 21:8 വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. ഇത് രണ്ടാമത്തെ മരണം. രണ്ടാം മരണം എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കിയേ. 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്നാൽ ഞാൻ പറയട്ടെ, നരകത്തിന്റെ പേരാണ് ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്. പക്ഷേ ആ ലിസ്റ്റ് നിങ്ങൾ കണ്ടോ? ദൈവം ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭീരുക്കളെ, മനുഷ്യരെ ഭയപ്പെടുന്നവർ. എത്രയോ ആയിരം ആളുകളായിരിക്കും, ലക്ഷോപലക്ഷം ആളുകൾ നിത്യനരകത്തിൽ പോകുന്നത് മനുഷ്യ ഭയം കൊണ്ട്. കർത്താവിനെ ഏറ്റുപറയാൻ ഭയപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവര് ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരാലുള്ള മാനം അധികം അവരാഗ്രഹിച്ചത് കൊണ്ട് അവരേറ്റു പറഞ്ഞില്ല. അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. അത് മനുഷ്യ ഭയമാണ്. എന്തുകൊണ്ടാണ് സമർപ്പിക്കാത്തത്? ദൈവം എന്നെയൊക്കെ എടുത്തോണ്ട് പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തിലോട്ട് അയക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നിൽ ഇച്ഛയുളവാക്കി അത് പ്രവർത്തിക്കുന്നത് എന്റെ ദൈവമാണ്. എന്റെ ഒന്നും മോഷ്ടിക്കാൻ വന്നതല്ല കർത്താവ്, എനിക്ക് അനുഗ്രഹങ്ങൾ പകരാൻ വന്നതാണ്. വീണ്ടും നമ്മൾ കണ്ടു, പല ഭയങ്ങൾ കൊണ്ട് മുന്നോട്ട് വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് വളരെ ഗൗരവമായി ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. നമ്മളൊരു വർഷത്തിന്റെ അവസാനം വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പലരും പല മാനസിക നിലവാരത്തിലുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം നോക്കിയാട്ടെ. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അതോട് ചേർത്ത് യോഹന്നാൻ 12 നോക്കാം. 12:42-43. 12:42-40. എന്നിട്ടും പ്രമാണികളിൽ അനേകരും അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല? എന്റെ സ്റ്റാറ്റസ്, എനിക്ക് സ്ഥാനം വേണം, എനിക്ക് മാനം വേണം, എന്നെ തിരസ്കരിക്കരുത്, എനിക്ക് ഈ ലോകത്തിലെ സ്ഥാനവും മാനവും ഒക്കെ വേണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ എന്റെ ശിഷ്യരായിട്ടിരിക്കാൻ കഴിയും? ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരാലുള്ള മാനമാണ് അവർ ആഗ്രഹിച്ചത്. ഞാൻ ഏതാണ്ട് നിർത്തേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു, യഹൂദന് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹനൂക്ക എന്ന് പറയുന്ന ഒരു ഉത്സവം, പ്രതിഷ്ഠോത്സവം, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. ഈ വർഷത്തിന്റെ അവസാനം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ പ്രതിഷ്ഠ അല്ലെങ്കിൽ സമർപ്പണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവിന് അറിയാം നമ്മളെ ഉപയോഗിക്കാൻ. നമുക്ക് നന്മ എന്തെന്നുള്ളത് കർത്താവിന് അറിയാം. നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഇച്ഛകളൊക്കെ മാറ്റിവെച്ചിട്ട് സമ്പൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഞാന് ചിലരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഞാൻ 1-2 പേരുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഈ വില്യം ബൂത്ത്, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിനോട് വില്യം ബൂത്തിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ വില്യം ബൂത്ത് പറഞ്ഞു, വില്യം ബൂത്ത് അതായത് തൻ്റെ അഭിലാഷങ്ങൾക്ക്
അറുതി വന്ന ഒരു ദിവസം ഉണ്ടായി. ഇതേ ക്വസ്റ്റ്യൻ ജോർജ് മുള്ളറോട് ചോദിച്ചു. ഞാൻ ജോർജ് മുള്ളറിന്റെ പ്രവർത്തന സ്ഥലത്തിലൊക്കെ ബ്രിസ്റ്റളിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പോയിരുന്നു. ജോർജ് മുള്ളർ പ്രവർത്തിച്ച ഇടത്ത്. അവിടെ ഈ ജോർജ് മുള്ളറിനോട് ചോദിച്ചു, ബ്രദറിനെ ഇത്രയും എടുത്ത് ഉപയോഗിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ജോർജ് മുള്ളർ കുനിഞ്ഞിരുന്നെന്നാ പറയുന്നത്. രണ്ട് മുട്ടിന്റെ ഇടയിൽ തലയിട്ടുകൊണ്ടിരുന്നിട്ട് തല ഉയർത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, There came a day when George Muller died. ജോർജ് മുള്ളർ മരിച്ചുപോയ ഒരു ദിവസം വന്നു. എന്നെ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചിട്ട് അവന്റെ ഹൃദയത്തിനായി എന്നെ സമർപ്പിച്ചു. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിർത്തുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഒരു പുതിയ സമർപ്പണം. ആ സമർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല. എന്റെ ഹിതം പൂർണ്ണമായി ഇല്ല എന്ന് വെച്ച്, വേണ്ട എന്ന് വെച്ച് അവന്റെ ഹിതം എന്നിൽ നടക്കുവാൻ എന്നെ വിട്ടുകൊടുക്കുന്നതാണ് സമ്പൂർണ്ണ സമർപ്പണം. ദൈവം സഹായിക്കട്ടെ. അടുത്തൊരു വർഷം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിന് മഹത്വം. വളരെ ആയിരിക്കുന്ന ആത്മീക ആലോചനകൾ, പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് നാം കാണിക്കേണ്ടുന്ന വിശ്വസ്തത, തീർച്ചയായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിശ്വസ്തത, അത് കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയ ജോൺ ബി തോമസ് അങ്കിൾ വളരെ മനോഹരമായ നിലയിൽ പ്രതിഷ്ഠോത്സവം എന്താണെന്നും അതിന്റെ ചരിത്ര പശ്ചാത്തലം നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പ്രിയരെ, ഒരു വർഷം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. ഈ 2025 ദൈവം നൽകിയ ദാനമായിരുന്നു. അതിന്റെ ഒടുവിലത്തെ നാളുകളിലെത്തി. പുതുവർഷത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നാം പ്രവേശിക്കും. എന്നാൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് ബാക്കിയാണ്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇടപെടട്ടെ. മനുഷ്യ ഭയം ഹേതുവായി, മനുഷ്യമാനം ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെ ഒരു പക്ഷെങ്കിൽ നാം പിന്നോട്ട് വലിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിങ്കൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നാം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം അത് ദൈവം നമ്മിലൂടെ നിവൃത്തിയാക്കും. അതിനുള്ള ഇച്ഛയും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിത്തരും. അപ്പോൾ അതിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ജോൺ ബി തോമസ് അങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുങ്ങിയ ഈ സമയം കൊണ്ട് വളരെ ശക്തമായ, എന്നാൽ ഈ സമയത്തിന് നാളുകളിൽ വളരെ അനുയോജ്യമായ ഒരു സന്ദേശം നൽകി തരുവാൻ ദൈവം ബലപ്പെടുത്തിയിട്ടുള്ളൂ. ദൈവത്തിനെല്ലാ സ്തോത്രവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടെ കേൾക്കാം. ന്യൂ ജേഴ്സിയിൽ നിന്നും പ്രിയ ജോൺസ് തമ്പാച്ചായൻ നമുക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നാം മുമ്പൊക്കെ കേട്ടു വന്ന പാട്ടുകളോട് ചേർന്ന് നിൽക്കുന്ന ഇമേച്ചുരയാസാണ് മറ്റൊരു ഗാനമാണ് മഹൽ പ്രേമം മഹൽ പ്രേമം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. തീർച്ചയായിട്ടും നാം സമർപ്പിക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ചാണ് അങ്കിള് പറഞ്ഞു വന്നത്. അതിനോട് ചേർന്ന് നിൽക്കുക. ഇത്ര വലിയ സ്നേഹം പുത്രനെ നൽകി തന്ന് നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പ്രിയ ജോൺസ് തമ്പാശാനെ ആ ഗാനം ആലപിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാവ് തൻ മകനെ മരിപ്പാൻ
മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിത് പിരിയാ ബന്ധമാണിത് പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ.
കർത്താവിന് മഹത്വം. വളരെ മനോഹരമായ ആ ഗാനം നാം കേട്ട് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി പുത്രനെ നൽകി തന്ന നമ്മുടെ പിതാവായ ദൈവം. ഇനി മറ്റൊരു ഗാനം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. അയർലൻഡിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ജോസ്ന ബിജോ സഹോദരി. എൻ യേശുവേ എൻ ജീവനെ എന്നാശ നീ മാത്രമാമെന്ന് തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ ആ ഗാനം ഇവിടെ ആലപിക്കാനായിട്ട് പോവുകയാണ്. ആ പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും അത് കേവലം ഒരു പാട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു സാക്ഷ്യമായിട്ട്, നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്. എന്റെ യേശു എന്റെ ജീവനാണ്, എന്റെ ആശ്രയമാണ്, എന്റെ ആശയായിട്ടിരിക്കുകയാണ്. നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ കർത്താവ് തന്നെയാണെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ്. അത് ഗാനം സഹോദരി പാടി നമ്മെ കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ഏകാന്ത നേരങ്ങളിൽ, പ്രയാസത്തിന്റെ കണ്ണുനീരിന്റെ സമയങ്ങളിൽ, ഒറ്റപ്പെടലിന്റെ സമയങ്ങളിലൊക്കെ നമ്മെ ചേർത്ത് നിർത്തുന്ന, ആശ്വാസം നൽകി തന്ന് നമുക്ക് ആശ്രയമായി നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവനാണ്, നമ്മുടെ ആശയാണ് എന്ന് പാടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി, പ്രഖ്യാപനമായി ഒന്നുകൂടെ ഒന്ന് ഹൃദയത്തിൽ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരി ജോസ്ന സിസ്റ്ററിനെ ഇപ്പോൾ ഗാനാലാപനത്തിനായിട്ട് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നീ മാത്രമാ
കർത്താവിന് മഹത്വം. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഇന്നത്തെ യോഗത്തിന്റെ സമാപന നിമിഷങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. നാം വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒടുവിലായി കേട്ട പാട്ടും നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒടുവിലത്തെ ഒരു ഗാനം കൂടെ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. അത് നമ്മുടെ പ്രത്യാശയൊന്ന് ഉണർത്തുന്ന ഗാനമാണ്. നമുക്കൊക്കെ വളരെ പരിചിതമായിരിക്കുന്ന പാട്ട്, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ വലിയ പ്രത്യാശ. തീർച്ചയായിട്ടും ഈ ഭൂവിലെ ജീവിതത്തിൽ, സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തിൽ നമുക്കുള്ള ധൈര്യം എന്ന് പറയുന്നത്, ലോക സംഭവങ്ങളിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വേദനയോടുകൂടിയ കാര്യങ്ങൾ നാം കേൾക്കുന്നു, പല സംഭവങ്ങൾ അറിയുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഭയപ്പെടാതെ നമുക്ക് ഇങ്ങനെ പറയാം, എന്റെ കർത്താവ് ഇന്നലെയും എന്നും നമുക്കായി ജീവിക്കുന്നവനായ കർത്താവാണ്. ആ കർത്താവിന്റെ വരവിനായി കാത്തുകൊണ്ടാണ് നാം ആയിരിക്കുന്നത്. ആ പ്രത്യാശയെ ഉണർത്തുന്ന മനോഹരമായ ഗാനം ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ തന്നെ ഒരു പ്രധാന ഭാഗമായിരിക്കുന്ന സുവിശേഷൻ റിജോയ് കെ ജോൺ ബ്രദർ ദൈവരാശൻ ആ ഗാനം ആലപിക്കുമ്പോൾ നമുക്കൊന്നിച്ച്, നമ്മളെല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്രിയ റിജോയ് ബ്രദർ പാടുമ്പോൾ നമുക്കും മ്യൂട്ട് ആക്കി വെച്ച് നമ്മുടെ വീടുകളിൽ ഇരുന്ന് പാടി നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശയിൽ സന്തോഷിക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Now over to റിജോയ് ബ്രദർ. Thank you. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
നിത്യവാസമനേശുവിൻ മുന്നിൻ മഹത്വത്തിലാ. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ഓർക്കുന്ന പ്രത്യാശയുടെ ധന്യമായ ഗാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനിക്കുകയാണ്. നന്ദിയുടെ ചില വാക്കുകൾ പറയുവാനായിട്ട് പ്രിയ ജോൺസ് ചെറിയാനെങ്കിലിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ഉദ്ദേശം 2 മണിക്കൂറോളം ദൈവസന്നിധിയിൽ വളരെ ക്ഷമയായിട്ടിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടവന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്ന നമ്മളെ ക്രിസ്തു യേശുവിൽ ഒന്നാക്കി തീർത്ത വലിയനായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയും കൃപയും ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയം കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചുരുക്കം വാചകത്തിൽ ഞാനത് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വെൽക്കമും ഇൻട്രൊഡക്ഷനും പറഞ്ഞ പ്രിയ റിജോയ് ജോൺ സഹോദരനും അതുപോലെ പാടിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ എല്ലാ മിക്ക കാര്യങ്ങളും അത് നിർവഹിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന സഹോദരനെയാണ്. തനിക്ക് ശരീരമായ ക്ഷീണമുണ്ടെങ്കിലും അതിനടുവിലെല്ലാം തന്നെ ദൈവം വളരെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആദ്യ പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിച്ച പുന്നപ്പറയിലെ ദേവദാസൻ സെബാസ്റ്റ്യൻ വരെ നന്ദി പറയുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ലീഡ് ചെയ്യുവാൻ ദൈവം അവസരം കൊടുത്ത പ്രിയ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് ബോബി തോമസ് സഹോദരൻ മുക്കൂട്ടുതറയെ ഓർക്ക് സ്തുതിക്കുന്നു. തന്നെയും ദൈവം പല രീതിയിൽ വിനിയോഗിച്ചിരിക്കുന്നു. അത് നരേഷൻ പല ഭംഗിയായിട്ട് തക്കതായിട്ടുള്ള യോജിച്ച പദപ്രയോഗങ്ങൾ നടത്തി അത് നടത്തുവാൻ ഇടവരുത്തി അതിനെ സ്തുതിക്കുന്നു. പാട്ടുപാടിയ എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സജി മാത്യു മെൽബേണിൽ നിന്ന് ഇതുവരെ എന്നെ നടത്തിയ ആ വർഷത്തിന്റെ അവസാനത്തിൽ ഒരു നന്ദി സൂചകമായ ഒരു അർത്ഥത്തിലാണ് അത് പാടിയത്. അതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. അതുപോലെ സിസ്റ്റർ ലിൻഡ തോമസ് മെൽബേണിൽ നിന്ന് കർത്താവിന്റെ യേശുവെ നിൻപാദം കുമ്പിടുന്നു എന്ന പാട്ട് പാടുവാൻ സഹായിച്ചല്ലോ, സ്തോത്രം. അതുപോലെ സിസ്റ്റർ മജു എബി അതുപോലെ സ്നേഹിച്ചു ദൈവം എന്നെ എന്ന വളരെ ഭംഗിയായിട്ട് പാടുവാൻ ദൈവം ഇടവരുത്തി, അതിനായി സ്തുതിക്കുന്നു. അതുപോലെ പാട്ട് പാടിയ ബ്രദർ ജോൺ തമ്പാൻ ന്യൂ ജേഴ്സിയിൽ നിന്ന് മകൾ പ്രേമം എന്ന പാട്ട് ഭംഗിയായിട്ട് പാടുവാൻ സാധാരണ മകൾ സ്നേഹം എന്ന് സാധാരണ പാടാറുണ്ട്. എന്നാൽ വളരെ എഴുതിയ പോലെ തന്നെ ആ ലൈനിൽ തന്നെ പ്രിയ സഹോദരൻ അത് പാടുവാൻ ദൈവം ഇടവരുത്തി ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സ്തോത്രം. അതുപോലെ സിസ്റ്റർ ജോസ്ന ബിജു അയർലൻഡിൽ നിന്ന് എന്നെ യേശുവേ എൻ ജീവനെ നമ്മുടെ ജീവന്റെ നന്ദിയായ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം ഇടവരുത്തി, അതിനെ സ്തുതിക്കുന്നു. അവസാനമായി വീണ്ടും റിജോയ് ജോൺ തലപ്പറമ്പിൽ നിന്ന് യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ സൃഷ്ടാവും പരിപാലനവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ ഓർക്കുവാൻ നമ്മളെ സഹായിക്കുന്നു, അതിനെ സ്തുതിക്കുന്നു. അതുപോലെ തിരുവചനം പറഞ്ഞു തരുവാൻ പ്രിയ ദേവദാസൻ ജോൺ പി തോമസ് അങ്കിളിനെ ഇടവരുത്തി. തനിക്ക് വളരെ തിരക്കുള്ള സമയമാണ്, വളരെ തിരക്ക് പിടിച്ച പല യാത്രകൾ ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മുടെ റിക്വസ്റ്റ് കേൾക്കുവാനും ഇങ്ങനെ ഈ സമയം ഇങ്ങനെ വിനിയോഗിക്കുവാനും ദൈവം താൻ കാണിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ താൻ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഡിസംബറിൽ കടന്നു വന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വന്ന ആ യോഹന്നാന്റെ സുവിശേഷം 10:22 അത് പെരിസ്തോ ഉത്സവത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചെല്ലാം ദൈവം പറഞ്ഞു തരുവാൻ ദൈവം ഇടവരുത്തി. ഈ വർഷത്തിന്റെ അവസാനം ദൈവത്തിന് വേണ്ടി ശക്തിയായിട്ട് പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് അതിനുള്ള ശക്തിയും ബലവും അതിനുള്ള കൃപ തരട്ടെ.
അതുപോലെ ആക്രമികൾ ആ സിറിയൻ ഭരണാധികൾക്ക് നടുവിലെ ഒറ്റയ്ക്കായി നിന്ന് പോരാടിയ യഹൂദന്മാർ അത് വിജയം ദൈവം കൊടുത്തു. അതിന് എല്ലാം AD BC 132 ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാൻ തനിക്ക് ദൈവം ഇടവരുത്തി. അതുപോലെ തന്നെ വലിയ നല്ലൊരു ജോലിയിൽ നിന്ന് ഗൾഫിന്റെ പ്രദേശത്ത് നിന്ന് ദൈവം തന്നെ വിളിച്ചു. അത് വളരെ കൃപയോടെ താന് വടക്കിന്ത്യ പോണോ അതോ കേരളത്തിലാണോ പ്രവർത്തിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിന് കൃപ കൊടുത്തു. കേരളത്തിൽ തനിക്ക് ദൈവത്തിന്റെ പ്രഘോഷിക്കുവാൻ, പല രാജ്യങ്ങളിലും ദൈവത്തെ പ്രഘോഷിക്കുവാൻ, അനേകരെ ദൈവവഴിക്ക് കൊണ്ടുവരുവാനെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സ്തുതിക്കുന്നു. താനും ദൈവനാമകത്തിനായി കൂടുതൽ വിനിയോഗിക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്കും ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഇച്ഛയല്ല, ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ എല്ലാം വിനിയോഗിക്കട്ടെ. കാലം വളരെ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു. വളരെ സമയം തക്കത് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നമ്മളെല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഓരോ നിമിഷവും, ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാം. നമുക്ക് കിട്ടിയ ഈ പ്രത്യാശ, കിട്ടിയ ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അതിനായി ദൈവനാമം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വോട്ട് ഓഫ് താങ്ക്സിൽ നിന്ന് വിരമിക്കുന്നു. ഇപ്പം ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി കുവൈറ്റിലുള്ള ദേവദാസൻ ജോയ് ജോണിനെ ഞാൻ ഇതിനുവേണ്ടി ക്ഷണിക്കുന്നു. പ്രിയ ബ്രദർ ജോയ് ജോൺ, കുവൈറ്റ്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വിവിധ രാജ്യങ്ങളിലായിരുന്നുകൊണ്ട് അവിടുത്തെ തിരുസാന്നിധ്യബോധത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിലുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, അവിടുത്തെ തിരുവഴുത്തിലെ ആലോചനകൾ കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെയും അവസരം നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ അവിടുന്ന് ആദരിക്കുകയും അനുഗ്രഹിക്കുകയും തുടർച്ചയായി അത് ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ഉദവികളും അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതിനായിട്ട് പുറത്തിലുള്ള പ്രിയ സഹോദരന്മാരെയും അതുപോലെ കണ്ണൂരുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെയും അവിടുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. വിശേഷാൽ പ്രിയ ജോൺ ചെറിയാൻ സഹോദരനെയും സഹോദരൻ റിജോയ് ജോണിനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവരെ അവിടുന്ന് ഈ ശുശ്രൂഷയുടെ ചുമതലയേറ്റ് വളരെ ഭംഗിയായി നടത്തുവാനുള്ള കൃപ ഓരോ ദിവസവും നൽകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. അനേകരുടെ ഗാനങ്ങൾ കേൾക്കുവാൻ, അതുപോലെ കർത്താവ് അവിടുത്തെ വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇതൊരു നല്ല മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേർന്ന് വന്ന അവിടുത്തെ മക്കൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വയലിൽ അധ്വാനിക്കുന്ന അനേക ദേവദാസന്മാരുണ്ടല്ലോ, അവിടുത്തെ മക്കളുണ്ടല്ലോ, എല്ലാവരെയും അവിടുന്ന് ഓർത്ത് കരുതിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചന അവിടുന്ന് തന്നതിനായി സ്തോത്രം. അവിടുത്തെ വലിയ ദാസൻ പ്രിയ ജോൺ ബി തോമസ് അങ്കിളിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായ ഇച്ഛപ്രകാരം ജീവിക്കുവാനല്ലല്ലോ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവള്ളമുണ്ടായി ഞങ്ങൾ പ്രസാദിക്കുന്നതായ ദൈവം അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും അവിടുന്ന് തരുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് അവിടുത്തെ വചനത്തിലെ ഭാഗങ്ങളിൽ നിന്നും അനേക ഉദാഹരണങ്ങളിലൂടെ തന്റെ ജീവിതാനുഭവത്തിലൂടെ ചാലിച്ച് കർത്താവിന് അനുഗ്രഹീതമായ നിലയിൽ ആ സന്ദേശം ഞങ്ങൾക്ക് കൈമാറുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ എന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൃപ അവിടുന്ന് തരണമേ. ഞങ്ങളെ പൂർത്തിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എത്രയോ ബലം നൽകുന്ന കാര്യമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് അവിടുത്തെ ദാസനായ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചുള്ള അവിടുത്തെ പദ്ധതി അവിടുന്ന് നിറവേറ്റും. കർത്താവ്, അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ തന്നെ ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു.
ഞങ്ങളിൽ നിന്ന് ഭയം അകറ്റണമേ. ഞങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ഇന്നേയും അവിടുത്തെ മഹത്വത്തിനായി ജീവിപ്പാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതായ വചനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും വിശേഷാൽ ഓർക്കുകയും ധാരാളം കൃപ നൽകി അവിടുന്ന് ഈ ദിവസങ്ങളിൽ കരുതണം. പലവിധമായ ശുശ്രൂഷകൾ താൻ ഏർപ്പെടുമ്പോൾ ദൈവകൃപ അധികമായി വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരിക്കലായ സ്തോത്രം. കർത്താവെ, പ്രിയ സഹോദരൻ സജീവനായിട്ട് സ്തോത്രം, സഹോദരൻ ജോൺ സ്തംഭാനായിട്ട് സ്തോത്രം, സഹോദരൻ റിജോയ്ക്കായിട്ട് സ്തോത്രം. അവർക്ക് മനോഹരമായി പാടുവാൻ അവിടുന്ന് ബലം നൽകിയല്ലോ. ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതായ താലന്ത് തിരുനാമോഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയാക്കണമേ. സഹോദരിമാരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സഹോദരി ലിൻഡയ്ക്കായി, സഹോദരി മജുബിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരി ജോസ്നയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെയൊക്കെയും ആ സ്വരമാധുരി കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. ഈ മീറ്റിംഗ് വളരെ ഭംഗിയായി ലീഡ് ചെയ്യുവാനും അതിന്റെ നരേഷൻ പറയുവാനും പ്രിയ സഹോദരൻ ബോബി തോമസിനെ ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ സമാധാനമായിട്ട് പിരിയുകയാണ്. അവിടുത്തെ കൃപ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങിങ്ങായി കഴിയുമ്പോൾ, വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. തന്നെല്ല നന്മകൾക്കായി സ്തോത്രം. അവിടുത്തെ വരവിനെ പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും വിശുദ്ധിയിൽ തികച്ച് അങ്ങയ്ക്കായി കാത്തിരിപ്പാൻ കൃപ തരണമേ. വന്നുപോയ കുറവുകളെ ഞങ്ങൾ ക്ഷമിക്കണം, പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ ഇവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.